കുടിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. അമ്മൂമ്മക്ക് എത്ര പൈസ ഉണ്ടാക്കാൻ അറിയാം? 10-18 തരം ഉണ്ടാക്കാൻ അറിയാം. ക്യാമറ റോളിയടേ. നമസ്കാരം ഭവാനി. നമസ്കാരം. ഇതെന്തോന്ന് കലാമണ്ഡലം ഭവാനി? ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഹിറ്റ് ആവും. അമ്മയായിട്ടൊരു പ്രശ്നമില്ലല്ലോ. മരുമകളുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കുവാന്നോ കുറ്റവും പറഞ്ഞുകൊണ്ടിരുന്നു. മൂക്കു മുട്ട തിന്നു. ഇവനെ എല്ലാത്തിനും ഉത്തരവാദിത്വം. ഉപ്പും ഇന്ന് വൈകുന്നേരം 6:30. ഭവാനിയമ്മ റോക്സ് ആണ് പുതിയ എപ്പിസോഡിൽ പ്രൊമോ ഇപ്പം കാണിക്കുന്നത്. കാരണം ഭവാനിയമ്മ ഏത് തരം പായസം വേണമെങ്കിലും ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് കേശു ഒരു പോഡ്കാസ്റ്റ് പോലെയൊക്കെ പാറുകുട്ടിയെ കൊണ്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്യിച്ചിട്ട് കേശു ഒരു പോഡ്കാസ്റ്റ് നടത്തുന്നുണ്ട് ഭവാനിയമ്മയായിട്ട്. എന്തൊക്കെ ചെയ്യും. പക്ഷേ ഈ സാധനം ഇത് ലൈവ് വരാൻ നേരത്ത് പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ ഭവാനിയമ്മ അവിടെ വീട്ടിലുള്ള എല്ലാവരെയും പറ്റി കുറ്റം പറയുകയാണ്. കാരണം ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാം മൂക്കുമൂട്ടെ തിന്നുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ബാക്കിയാണ്. അപ്പം ഭവാനിയമ്മയോട് നമ്മുടെ പിള്ളേരൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് കേശുവാണ് ഇത് പറയിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് കേശുവിനൊരു പണി കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫുള്ള് സംഭവം ബഹുലമായിട്ട് ഭവാനിയമ്മയെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് പുതിയ എപ്പിസോഡ് പോകുന്നത്. എന്തായാലും നല്ല ഫണ്ണി ആയിട്ട് തന്നെ പ്രൊമോ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പിസോഡ് ഇതിലും ഫണ്ണി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നല്ലൊരു കിട്ടിലെ ഒരു എപ്പിസോഡ് തന്നെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഉപ്പും മുളകും എനിക്ക് തോന്നുന്നു ബാലു വെച്ചാൽ വന്നില്ലെങ്കിലും ഇവരുടെ ആ ഒരു ലെവലിൽ തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പം എപ്പിസോഡുകളൊക്കെ.